കേരളത്തിനെതിരെ സംസാരിക്കുമ്പോൾ നരേന്ദ്രമോദിക്കും രാഹുൽ ഗാന്ധിക്കും ഒരേ സ്വരമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മോദിയും രാഹുലും തെറ്റായ കാര്യങ്ങൾ പറയുന്നു, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നു. ശക്തമായ നിലപാട് രാഹുലിൽ നിന്നുണ്ടാകുന്നില്ലെന്നും പിണറായി വിജയൻ മാധ്യമങ്ങളോട് പറഞ്ഞു. രാജ്യത്തെ നയിക്കാനുള്ള കരുത്ത് രാഹുൽ ഗാന്ധിക്കില്ല. നിർണായക സമയത്ത് പാർട്ടിയുടെ നേതൃസ്ഥാനം വലിച്ചെറിഞ്ഞ് ഓടിയ നേതാവാണ് രാഹുൽ ഗാന്ധി. 5 വർഷത്തിനു ശേഷം പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കി വീണ്ടും കേരളത്തിലെത്തിയിരിക്കുന്നു. വയനാട്ടിൽ മത്സരിക്കാൻ ഉത്തരേന്ത്യയിൽ നിന്ന് രാഹുൽ ഗാന്ധി ഒളിച്ചോടി. മോദിയെയും സംഘപരിവാറിനെയും നേരിട്ടെതിർക്കാൻ രാഹുൽ ശ്രമിക്കുന്നില്ല. BJPയെ പേടിച്ച പാർട്ടി പതാക ഒളിപ്പിക്കുന്നുവെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. സ്വന്തം പാർട്ടിയുടെ നേതൃസ്ഥാനത്ത് നിന്ന് നിർണായക ഘട്ടത്തിൽ ഒളിച്ചോടിയ നേതാവ് എന്ന പേരുദോഷം മാറ്റി വിശ്വസിക്കാൻ തക്ക ബലമുള്ള നിലപാട് രാഹുലിൽ നിന്ന് ഉണ്ടായിട്ടില്ല എന്നതാണ് ഉയരുന്ന വിമർശനം. പ്രധാന എതിരാളിയെന്ന് അദ്ദേഹം അവകാശപ്പെടുന്ന നരേന്ദ്രമോദിയെയും സംഘപരിവാറിനെയും നേരിട്ട് എതിർക്കാൻ ശ്രമിക്കുന്ന പോലുമില്ല. ഉത്തരേന്ത്യയിൽ നിന്ന് ഒളിച്ചോടിയാണ് വയനാട്ടിലെത്തി രണ്ടാം തവണയും രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു. BJPയെ പേടിച്ച് മുസ്ലിം ലീഗിന്റെ കൊടിയും സ്വന്തം പതാകയും ഒളിപ്പിക്കുകയും ചെയ്തു. രാഹുൽ ഗാന്ധിയുടെ പാർട്ടി കൈകാര്യം ചെയ്യുന്നത് ഒരുതരം പാപ്പർ രാഷ്ട്രീയമാണ്. CAA വിഷയത്തിൽ പരസ്യം കൊടുത്ത പത്രം ലീഗ് കത്തിക്കുന്നുവെന്നും കൊടിപിടിച്ച ലീഗുകാരെ കോൺഗ്രസ് തല്ലുന്നുവെന്നും മുഖ്യമന്ത്രി പരിഹസിച്ചു. തെരഞ്ഞെടുപ്പ് ഫലം 2019 വിപരീതമാകും. LDF നിലപാടുകൾക്ക് ജനങ്ങൾ അംഗീകാരം നൽകി. കോൺഗ്രസും BJPയും പരിഭ്രാന്തിയിലാണ്. LDF ഉയർത്തുന്ന രാഷ്ട്രീയ നിലപാടുകൾക്ക് കേരളത്തിൽ അംഗീകാരം ലഭിക്കുന്നുണ്ട്. ഇതിന്റെ പരിഭ്രമമാണ് കോൺഗ്രസും BJPയും കാണിക്കുന്നതെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. കൊടിപിടിച്ച ലീഗുകാരെ തല്ലുന്ന കോൺഗ്രസ് പൗരത്വ ഭേദഗതി വിഷയത്തിൽ പരസ്യം കൊടുത്ത പത്രം കത്തിക്കുന്ന ലീഗ്, ഇതെല്ലാമാണ് UDFന്റെ ഇപ്പോഴത്തെ അവസ്ഥ. 3 കൂട്ടരുടെ കടന്നാക്രമണങ്ങളെ നേരിട്ടും അതിജീവിച്ചുമാണ് LDF സംസ്ഥാനത്തെ ജനങ്ങളുടെ അംഗീകാരം നേടുന്നത്. ഇവിടെ കേന്ദ്ര സർക്കാരും അതിനെ നിയന്ത്രിക്കുന്ന സംഘപരിവാർ ഒന്നാമത്തെ വിഭാഗമായി നിൽക്കുകയാണ്. രണ്ടാമത്തെ വിഭാഗം ഇടതുപക്ഷത്തെയും നാടിനെയും ആക്രമിക്കുന്ന UDF. VD സതീശന്റെ തലയ്ക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. പറയുന്ന കാര്യങ്ങളിൽ വിശ്വാസ്യത വേണം. കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ പൗരത്വ ഭേദഗതിയെക്കുറിച്ചില്ലെന്ന് താൻ പറഞ്ഞു. എന്നാൽ ആരോപണം ഉന്നയിച്ചയാളെ സതീശൻ കളിയാക്കിയെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചു. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ വിഷൻ.